ഇന്ന് നല്ല നാടൻ കപ്പലത്ത് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊള്ളിക്കിഴങ്ങൊക്കെ എടുത്തിട്ടുണ്ട്. കൊള്ളിക്കിഴങ്ങ് എടുത്ത് അതിൻ്റെ ചെളിയൊക്കെ കഴുകി കളഞ്ഞ് അത് തൊണ്ട് കളയുന്നതിന് മുമ്പ് കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കുകയാണ്. അതിന് ശേഷമാണ് തൊണ്ട് കളയുന്നത്. തൊണ്ട് കളഞ്ഞ് കഷ്ണങ്ങളാക്കി അരിഞ്ഞ് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ അരിഞ്ഞ് കൂട്ടിയ കാഴ്ചകളാണ് ഈ കാണുന്ന. എണ്ണ കാഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കാഞ്ഞു തുടങ്ങിയ എണ്ണയിലേക്ക് നമ്മൾക്ക് ചെറുതായിട്ട് ഇങ്ങനെ കടുകൊക്കെ ഇട്ട് കൊടുക്കുന്നൊരു കാഴ്ചകളാണ് ഈ കാണുന്നത്. അപ്പോൾ തൃശ്ശൂർ പൂരത്തിന് അമിട്ട് കൂട്ടുന്ന പോലെ ഇങ്ങനെ കടുക് കടകടകടാന്ന് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ പച്ചമുളകും അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കൂടി ചതച്ച ഒരു ചതപ്പ് നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ല ഗോൾഡൻ കളറിലേക്ക് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല മണമുണ്ട് കേട്ടോ ഈ നേരത്ത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ നേരെ സവാള കൊത്തിരിഞ്ഞ് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് എല്ലാം കൂടി മിക്സായി കഴിയുമ്പോൾ നമ്മൾ നേരെ കറിവേപ്പില ഇട്ട് അതിനൊരു ഭംഗി കൂട്ടാനും അതുപോലെ തന്നെ കറിക്കൊരു മണം കൂട്ടാനും വേണ്ടിയിട്ടാണ് ഈ കറിവേപ്പില ചേർത്ത് എല്ലാം കൂടി നല്ല കളറാവുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ കുക്കറിൽ നമ്മുടെ കൊള്ളി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ പൊടികൾ ചേരുവകൾ ചേർക്കുന്ന സമയമാണ്. മഞ്ഞൾപ്പൊടി ചേർന്നിട്ടുണ്ട്, മുളക് പൊടി ചേർന്നിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് പിന്നാലെ ഗരം മസാലയും മല്ലിപ്പൊടിയും കൂടി ചേർന്ന് മിക്സ് നമ്മൾ ഇളക്കി കൂട്ടി നല്ല ഗോൾഡൻ കളറിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. സ്വർണ്ണ നിറത്തിൽ റെഡി ആയിട്ടുള്ള നമ്മുടെ മസാലക്കൂട്ടിലേക്ക് നമ്മുടെ പുട്ട് പോലെ വെന്ത കൊള്ളിക്കിഴങ്ങ് ചേർക്കുന്നതോടുകൂടി നമ്മുടെ കൊള്ളി വെള്ളത്തിൽ റെഡി ആയിട്ടുണ്ട്. ഇനി അതിനൊന്ന് ഗാർണിഷ് ചെയ്യാനും ടേസ്റ്റ് കൂട്ടാനും കുറച്ച് സവാള കൂടി നമ്മൾ കൊത്തിരിഞ്ഞിട്ട് കൊടുത്താൽ പരിപാടി കഴിഞ്ഞു. നമ്മുടെ കൊള്ളി വെള്ളത്തിൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.